സഹോദരങ്ങളെ, ഒരു യുദ്ധവും ഒരു സമൂഹത്തിനും ഒരു നന്മയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം ഒരു നന്മയും കൊണ്ടുവന്നിട്ടില്ല. അനാഥകളെയും വിധവകളെയും ദരിദ്രരെയുമാണ് അത് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സമാധാന കരാറ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ യുദ്ധം അവസാനിക്കണം. ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ആവശ്യമാണെന്ന് തോന്നുന്നില്ല. മനസാക്ഷികളുടെ മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ്. കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പും കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ്. കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പും കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ലോക കത്തോലിക്കാ സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗസയിൽ വെടിനിർത്താൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഗസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലോകത്ത് ആയുധങ്ങളുടെ ശബ്ദം നിലയ്ക്കണം എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം രോഗത്തിൽ നിന്ന് അല്പം ശാന്തി നേടി മുക്തനായി വന്നപ്പോഴും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ലോകത്തോട് സംവദിക്കാനുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു. സഹോദരങ്ങളെ, ഇത്തരം മനുഷ്യത്വപരമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് മടങ്ങാൻ എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ്. അള്ളാഹു സമ്പൂർണമായ സമാധാനവും നിർഭയത്വവും ലോകത്ത് നിലനിർത്തി തരുമാറാവട്ടെ. യുദ്ധങ്ങളില്ലാത്ത, ആയുധങ്ങളുടെ ശബ്ദങ്ങളില്ലാത്ത ഒരു ലോകത്തെ ദർശിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവുമെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ്. ഈ ക്യാമ്പയിനുകളെയെല്ലാം പിന്തുണക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നന്മയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആളുകളോട് സഹകരിക്കരുത്. ശത്രുതയുടെയും കുറ്റകൃത്യങ്ങളുടെയും കാര്യത്തിൽ ആരുമായും സഹകരിക്കരുത്. പക്ഷേ നന്മയുടെയും പുണ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ലഹരിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, ലഹരി എന്ന് പറയുന്നത് പിശാചിന്റെ മാലിന്യങ്ങളിൽ പെട്ടതാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി അതൽപവും നിഷിദ്ധമാണ്. അത് ഉപയോഗിച്ചാൽ ലഹരി പിടിപെടുന്നില്ലെങ്കിൽ പോലും അത് ലഹരി വസ്തുവാണെങ്കിൽ അത് അല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ നയിക്കുന്നത് അവന്റെ ഭോഗാസക്തിയാണ്. സഹോദരങ്ങളെ, നാം റമളാനിൽ നിന്നാണ് വിമുക്തരായിട്ടുള്ളത്. റമളാൻ എന്ന് പറഞ്ഞാൽ ഭോഗാസക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു മാസം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശന്നും ലൈംഗിക വികാരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും വിശ്വാസി അവന്റെ ദേഹേച്ഛക്കും ഭോഗാസക്തിക്കും കടിഞ്ഞാണിടുകയായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരി അടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. ജിഹാദുൻ നഫ്സി വൽ ഹവാ, ഇച്ഛയോടും സ്വാർത്ഥ താല്പര്യങ്ങളോടും മൃഗീയമായ മനുഷ്യന്റെ വികാരങ്ങളോടുമുള്ള ചോദനകളോടും അതുപോലെ തന്നെ പ്രലോഭനങ്ങളോടും എല്ലാമുള്ള സമരമായിരുന്നു റമളാൻ എന്ന് പറയുന്നത്. ലഹരിയോടൊപ്പം തന്നെ നാം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കൗമാര യൗവനങ്ങൾ, അവരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമവാസന എന്ന് പറയുന്നത്.
അക്രമങ്ങളും കൊലപാതകങ്ങളും നാട്ടിൽ വർദ്ധിക്കുന്നു എന്നത് സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ, ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായതല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം 5 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒറ്റ ദിവസത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ കേട്ടതെങ്കിൽ അധികം താമസിയാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹപാഠിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേൾക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ക്ഷമയാണ് നമുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നത്. നമ്മുടെ മക്കളെ ക്ഷമിക്കാൻ നാം പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നാം എല്ലാം നൽകുന്നുണ്ട്, എല്ലാം നമ്മൾ നൽകുകയും വേണം. പക്ഷേ അവരാഗ്രഹിക്കുന്നത് മുഴുവനും തത്സമയത്ത് കിട്ടുമ്പോ അവർക്കൊരു ഘട്ടത്തിലും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവര് വഴിമാറുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ക്ഷമയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് വിശുദ്ധ റമദാൻ നമ്മുടെ വിട പറഞ്ഞു പോയത്. ക്ഷമയുടെ ലോകത്താണ് റമദാനിൽ നമ്മൾ ജീവിച്ചത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ സംബന്ധിച്ച് പറഞ്ഞത്, വൈൻ സാബഹു അഹദൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സ്വായിമുൻ. ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ, നോമ്പുകാരനായ നിങ്ങൾ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞയാൾ ആത്മസംയമനം കൈകൊള്ളട്ടെ എന്നുള്ളതാണ്. ആത്മസംയമനവും ക്ഷമയും നമ്മളും പരിശീലിക്കണം, നമ്മുടെ മക്കൾക്കും പരിശീലിപ്പിക്കണം. റമദാന്റെ ചൈതന്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ക്ഷമയുടെ മാസമായ റമദാനിൽ നിന്നും മുക്തമായി കൊണ്ട് റമദാന്റെ പൂർണ്ണമായ ചൈതന്യത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമാധാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്രമങ്ങളില്ലാത്ത, കൊലപാതകങ്ങളില്ലാത്ത, രക്തച്ചൊരിച്ചിലുകളില്ലാത്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതിന് സാധ്യമാവണമെങ്കിൽ ആത്മസംയമനവും ക്ഷമയുമുള്ള സമൂഹമായിട്ട് നമ്മൾ മാറണം. അല്ലാഹു തആല നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ക്ഷമിക്കാനും ആത്മസംയമനം കൈകൊള്ളാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.